അന്ന് ഈ ഒരു സമയത്ത് വെടിനിർത്തലൊക്കെ ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ട് അന്ന് ഭയങ്കരമായ പ്രചണ്ഡ പ്രചാരണം കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നു. എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? അപ്പോൾ ഈ ആർക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാമെന്ന് എന്താ പറഞ്ഞുകൂടാത്ത? ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ, വാജ്പേയി ഉണ്ടായിരുന്നെങ്കിൽ, ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ, സർദാർ പട്ടേൽ ഉണ്ടായിരുന്നെങ്കിൽ, ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ ഇങ്ങനെ പറയാം. വെറുതെ സ്വപ്നം കാണാമെന്നുള്ളതല്ലാതെ കഴിഞ്ഞില്ല അതെല്ലാം. ഇന്ദിരാഗാന്ധി 1984 മരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. മരിച്ചു പോയ ഒരാൾ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? ചെയ്യാവുന്ന കാലത്ത് ചെയ്തോ? 1982 ഇസ്രായേലിൻ്റെ ഓഫർ ഇന്ദിര സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ ഇന്ദിര ഉരുക്കുവനിതയാണെന്ന് പറഞ്ഞു. ഷീ ഡിഡ് നോട്ട്. ഇന്ദിര പാകിസ്ഥാനെ രണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്ത് പാകിസ്ഥാനെ രണ്ടാക്കി? എന്തായിരുന്നു ആവശ്യം? യുനോ, ഇതുപോലെ ഒരു ഏപ്രിലിൽ, ഇപ്പം മെയ് മാസമല്ലേ, കഴിഞ്ഞ ഏപ്രിലാണ് ഈ പെഹൽഗാം ഇതൊക്കെ നടക്കുന്നത്. ഇതുപോലെ ഒരു ഏപ്രിൽ 71 ഏപ്രിലാണ് മനേക് ഷായെ വിളിച്ചിട്ട് ഇന്ദിരാഗാന്ധി പറയുന്നു, ക്യാബിനറ്റ് ഡിസിഷനാണ്, പാകിസ്ഥാനെ ആക്രമിക്കണം. പടിഞ്ഞാറൻ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ അടിയും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ വീക്കാണ്, ഇപ്പോൾ അവരെ അടിക്കണം. മനേക് ഷാ പറഞ്ഞു ഇല്ല. ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി മനേക് ഷായെ, പാകിസ്ഥാനെ ആക്രമിക്കണം. മനേക് ഷാ പറഞ്ഞു നോട്ട് നൗ. പിന്നെ എപ്പോഴാണ്? എനിക്ക് തോന്നുമ്പോൾ, വെൻ ഐ ഡീം ഇറ്റ് ഫിറ്റ്. ഇതായിരുന്നു മനേക് ഷായുടെ ഉത്തരം. ഇവർക്ക് ദേഷ്യം വന്നു. ഇവർ പറഞ്ഞു, ജനറൽ മനേക് ഷാ, യു ആർ സ്പീക്കിംഗ് ടു ദ പ്രൈം മിനിസ്റ്റർ. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് മാഡം, ടേക്ക് മൈ റെസിഗ്നേഷൻ, ബട്ട് ഐ വിൽ നോട്ട് ഗോ ഫോർ ആൻ അറ്റാക്ക് നൗ. മനേക് ഷാ ഇറങ്ങിപ്പോയി. ബാക്കിയുള്ളവർ കൂടെ ഇന്ത്യയുടെ കാലൊക്കെ പിടിച്ചിട്ട് അങ്ങയുടെ രാജു, അങ്ങനെ നമുക്ക് ആകെയുള്ളൊരു മനുഷ്യനാണ്, വെറുതെ ഉടക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും മിണ്ടിയില്ല. എന്നിട്ട് മനേക് ഷാ ഡിസംബർ 3 ആ യുദ്ധം തുടങ്ങുന്നു. 13 അവസാനിപ്പിക്കുന്നു. 10 ദിവസത്തെ യുദ്ധം. പിന്നീട് മനേക് ഷായോട് ചോദിച്ചപ്പോൾ മനേക് ഷാ പറഞ്ഞു, രാഷ്ട്രീയക്കാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ റെസിഗ്നേഷൻ വെച്ച് അവരെ ത്രട്ടൻ ചെയ്തത്. യു സി, ഞാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു ഏപ്രിൽ മാസത്തിൽ, ചൈന ഇടപെടുന്നു, ഞാൻ എന്ത് ചെയ്യും? പടിഞ്ഞാറും കിഴക്കും വടക്കും യുദ്ധമുഖം തുറക്കാനുള്ള പട്ടാളക്കാരോ ആയുധങ്ങളോ പ്രാപ്തിയോ നമുക്കില്ല. ഇറ്റ് വിൽ ബി ഫൂളിഷ്. ചൈന ചുമ്മാ നമ്മളെ തിന്നുകളയും. ചൈനയെ നേരിടാൻ നമ്മൾ പോയി കഴിയുമ്പോൾ പടിഞ്ഞാറും കിഴക്കും നമ്മൾ തോക്കും, അവരും കയറി വരും. ടോട്ടൽ ഡിസാസ്റ്ററാണ്. സോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഡിസംബർ. ഡിസംബറിൽ അസാമാന്യമായ മഞ്ഞ് വീഴ്ച ഹിമാലയത്തിൽ. ചൈന വിചാരിച്ചാൽ പോലും ഒരു ചുരം വഴിക്കും ഇന്ത്യയിലേക്ക് കയറാൻ പറ്റില്ല, അത്രയധികം മഞ്ഞ് വീഴ്ചയാണ്. സോ നോർത്തേൺ ബോർഡർ ഈസ് ക്ലോസ്ഡ് പ്രാക്ടിക്കലി. അപ്പോൾ എനിക്ക് കിഴക്കും പടിഞ്ഞാറും അടിക്കാം, എനിക്ക് സാമർഥ്യമുണ്ട്, ഞാൻ അടിച്ചാൽ കൊള്ളും, അവന്മാരെ എവിടെ കെട്ടണം എന്നൊക്കെ എനിക്കറിയാം. വടക്കുന്നുള്ള ശല്യം മഞ്ഞ് വെച്ച് ഹിമാലയൻ തടഞ്ഞോളും. ദാറ്റ് ഈസ് വൈ ഐ ഡ്രാഗ്ഡ് ഇറ്റ്. അപ്പോൾ ഇതന്ന് അന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി കേൾക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? ഒരു രാഷ്ട്രീയക്കാരും കേൾക്കില്ല, ദ ലീസ്റ്റ് ഓഫ് ഇന്ദിരാഗാന്ധി. കാരണം അവർക്ക് അവരുടെ അഹങ്കാരം. അവരന്ന് മഹാസഖ്യത്തെ തോൽപ്പിച്ച് മഹാറാണിയായിട്ട് നിൽക്കുകയാണ് ഇന്ത്യയിൽ. അവർ 69 സ്പ്ലിറ്റിന് ശേഷം അവരെ എഴുതിത്തള്ളി സംഘടനാ കോൺഗ്രസ്, അവർക്ക് പറ്റും. ബട്ട് ഷീ കെയിം ബാക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാനെയും കൂടെ ആക്രമിച്ചിട്ട് ഞാൻ വലിയ ഹീറോയിനാകും എന്നുള്ള ലഹരിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ അധികാര ലഹരിക്കൊത്ത് പട്ടാളത്തിന് താളം തുള്ളാൻ പറ്റില്ല. അതാണ് മനേക് ഷാ എന്ന് കാണിച്ചത്. നൗ ടെൽ മീ, മനേക് ഷയാണ് രാഷ്ട്ര താല്പര്യം സംരക്ഷിച്ചത്, അതോ ഇന്ദിരാഗാന്ധിയായിരുന്നു? ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫൂളിഷ്നെസ് കാണിച്ചു വെച്ചേനെ. നരേന്ദ്രമോദി പട്ടാളത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞില്ല. ഇന്ദിരാഗാന്ധി കൊടുത്തിരുന്നോ? അത് എടുക്കുകയായിരുന്നു മനേക് ഷാ. ബ്ലാക്ക് മെയിൽ ചെയ്തു, രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. അല്ലാതെ ഇന്ദിരാഗാന്ധി മനേക് ഷാ ആ സമയം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ബട്ട് നമുക്ക് ഈ കാര്യം നടത്തണം. അപ്പോൾ മനേക് ഷാ പറയും, മാഡം ഇച്ചിരി താമസിക്കും,
ഇന്നതാണ് കാര്യം, ഡിസംബർ വരട്ടെ. അയ്യോ ഒരുപാട് 6 മാസം താമസിക്കുമല്ലോ. 6 മാസം താമസിച്ചാലും നമുക്ക് കാര്യം നടക്കും. ഇപ്പം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ വിഷമത്തിലാകും. മോദി ഈ തർക്കവാദങ്ങൾക്ക് പോയില്ല. മോദിക്കറിയാം ഇറ്റ് ഈസ് ബെറ്റർ ഡിസൈഡഡ് ബൈ ഇന്ത്യൻ മിലിറ്ററി. അതുകൊണ്ട് മോദി പറഞ്ഞു അപ്രോപ്രിയേറ്റ് അടി കൊടുക്കണം തിരിച്ച്. അതെപ്പോൾ കൊടുക്കണം, ആര് കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ആൻഡ് ദേ ഡിസൈഡ്. ദേ വെർ ഹാപ്പി. കാരണം പ്രധാനമന്ത്രി ബ്ലാങ്ക് ചെക്ക് തന്നിരിക്കുന്നു. ഇനിയിപ്പോൾ വാടാ ഇരിക്കും, നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. പുള്ളി പറഞ്ഞ പോലെ നമുക്ക് നാണക്കേട് വരാനും പാടില്ല. ചേട്ടാ ഇന്ന് രാത്രി തന്നെ അടിക്കുക, മിണ്ടാതിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് അവർ ദേ ഡിസൈഡ് ദ ഡേറ്റ്, ദേ ഡിസൈഡ് ദ ടൈം. ഈവൻ പ്രൈം മിനിസ്റ്റർ മെ നോട്ട് ബി നോയിങ്. ആദ്യത്തെ അടി കഴിഞ്ഞിട്ടായിരിക്കും സാർ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ വേ എ സ്റ്റേറ്റ്മാൻ ഫങ്ഷൻസ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ വേറൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഗോയിങ് ബൈ ഹർ ഹിസ്റ്ററി.